നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ എടുക്കാനുള്ള വിഷയം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന ടെക്സ്റ്റിലെ യൂണിറ്റ് 4 കൾച്ചർ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായി കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തെ തമ്മിൽ ഇണക്കി നിർത്തുന്ന സൊസൈറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൾച്ചർ എന്നുള്ളത്. അതായത് കൾച്ചർ സമൂഹത്തിൽ ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സൊസൈറ്റിയെ പോലെ തന്നെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് കൂടിയാണ് കൾച്ചർ എന്നുള്ളത്. കൾച്ചറിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അടിയിൽ ഇവിടെ കാണാൻ സാധിക്കും. കൾച്ചർ ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് എവരിവൺ ഷെയർസ് ആൻഡ് ഡെവലപ്പ് വിയ സോഷ്യൽ കോണ്ടാക്ട്. സോഷ്യൽ കോണ്ടാക്റ്റിലൂടെ എല്ലാ മനുഷ്യന്മാരും രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ഷെയർഡ് വാല്യൂ, എല്ലാവരുടെയും ഒരു കൺസെപ്റ്റാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറിൻ്റെ രൂപം പല രീതിയിലായിട്ട് മാറി വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വരും ഹെഡിങ്ങുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ സബ് ഹെഡിങ് ആയിട്ടുള്ള കൾച്ചർ എന്ന കീഴിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. വാട്ട് ഈസ് കൾച്ചർ, ഹൗ ഡിഡ് ഇറ്റ് കം ടു എക്സിസ്റ്റൻസ്? എന്താണ് കൾച്ചർ എന്നുള്ളത്, പിന്നെ അതെങ്ങനെ നിലവിൽ വന്നു എന്നുള്ള കാര്യവുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് അതിൻ്റെ മാതാപിതാക്കളിൽ നിന്നോ മറ്റു ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നോ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ആചാരമര്യാദകളൊക്കെ പഠിക്കുന്ന രീതി, അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് അവരെങ്ങനെ മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ട് അവരെങ്ങനെ അതിനോട് അഡാപ്റ്റ് ആവുന്നു, അത് തന്നെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ജാതിയാവട്ടെ മതമാവട്ടെ എല്ലാത്തിലും അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എങ്ങനെ അത് എക്സിസ്റ്റ് ചെയ്യാൻ എത്തി എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻസ്, പിന്നെ അവിടെയുള്ള ഫുഡ് കൾച്ചറുകൾ, ഷെൽട്ടർ, പിന്നെ എക്കണോമിക്, സോഷ്യൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായത് വ്യത്യസ്ത കൾച്ചർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ ഈ സംഭവങ്ങളായിക്കൊണ്ടായിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ഡിസ്കവറി ഓഫ് കൾച്ചർ എന്ന പാഠഭാഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ കൾച്ചർ മനുഷ്യൻ്റെ സമൂഹത്തിൽ എക്സിസ്റ്റായി വന്നു. അത് ഹോർട്ടോണും പിന്നെ ഹണ്ടും ഡിസ്കവറി എന്ന ടേമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യരെന്ത് വസ്തുവും കണ്ടെത്തുന്നു, അത് സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു, അങ്ങനെയാണ് അത് ആ സമൂഹത്തിൻ്റെ കൾച്ചറിൽ ഇടം പിടിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് കൾച്ചർ, ബയോളജിക്കൽ ഓർ സൊസൈറ്റൽ എന്നുള്ളതാണ്. അതായത് കൾച്ചറിൻ്റെ ഉത്ഭവം അത് സാമൂഹികപരമായിട്ടാണോ അതോ മനുഷ്യൻ്റെ ബയോളജിക്കൽ പരമായിട്ടാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഓരോ മനുഷ്യൻ്റെ ഇടയിലും ഉള്ളിലൊരു DNA ഉണ്ടാവും. അത് തലമുറകളായി കൈമാറി വരുന്ന ഒരു ജനറ്റിക്സ് ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് മനുഷ്യരുടെ ബിഹേവിയറിലും കൾച്ചറിലും വേരിയേഷൻ ഉണ്ടാവും എന്നാണ് ബയോളജിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ സൊസൈറ്റിയിൽ വാദക്കാരെന്താണ് പറയുന്നത് വെച്ചാൽ മനുഷ്യർ ഏത് സമൂഹത്തിലാണോ പിറന്നു വീഴുന്നത് അവിടെ കാണപ്പെടുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ഓരോആൾക്കാരുടെ ആചാരമര്യാദകൾ, അതൊക്കെ അനുസരിച്ചാണ് മനുഷ്യൻ രൂപപ്പെടുന്നതാണ്. പക്ഷെ സോഷ്യോ ബയോളജിസ്റ്റുകൾ പറഞ്ഞൊരു വിഭാഗം പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ, അതായത് ഈ സൊസൈറ്റലായിട്ടുള്ള ഒരു കൾച്ചറൊക്കെ മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ജനറ്റിക്സ് പരമായിട്ടുള്ള അവൻ്റെ അതായത് ഒരാൾ നീളം കൂടുതലാണെന്ന് വെച്ചെങ്കിൽ, പിന്നെ മൊത്തം വയലൻസിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ അവൻ്റെ ജനറ്റിക്സിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ജനറ്റിക്കൽ പരമായിട്ട് കൾച്ചർ കൈമാറപ്പെടുന്നുണ്ട്. അപ്പോൾ ഒറിജിൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് ബയോളജിക്കലാണോ സൊസൈറ്റിയിലാണോ ചോദിച്ചാൽ നമുക്ക് രണ്ടഭിപ്രായം എഴുതേണ്ടി വരും. സൊസൈറ്റിയുടെ അഭിപ്രായം, ബയോളജിക്കലിൻ്റെ അഭിപ്രായം, പിന്നെ അതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു അഭിപ്രായം നമ്മൾ എഴുതേണ്ടി വരും. ബയോളജിക്കൽ കൺസെപ്റ്റിന്റെ ഉദാഹരണങ്ങളാണ് പിന്നീട് വരുന്ന. അതായത് ചില ട്രൈബുകൾ വ്യത്യസ്തമായിരിക്കും, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ ബയോളജിക്കൽ കൺസെപ്റ്റിന്റെ കീഴിൽ വരുന്ന സംഭവങ്ങളാണ്. ഹോർത്തോണും പിന്നെ ഹണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ഇറ്റ്സ് സോഷ്യലി ഷെയർഡ് ആൻഡ് ലേൺഡ് ബൈ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് പരസ്പരം ഷെയർ ചെയ്തിട്ട് ബന്ധപ്പെട്ട് പഠിച്ച സംഭവങ്ങൾക്കാണ് കൾച്ചർ എന്ന് പറയുന്നതാണ്. പിന്നീട് ടൈലർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
ഒരു കോംപ്ലക്സ് ആയ സബ്സ്റ്റൻസ് ആണ്. അതായത് ഈ അടി പറഞ്ഞ വാല്യൂസ്, നോംസ്, ഐഡിയാസ്, ലാംഗ്വേജ് അങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ള അത്ര ക്യാപ്പബിലിറ്റീസും കൂടിയിട്ടുള്ള കോംപ്ലക്സ് ആയ ഐഡിയ ആണ് കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ റോബർട്ട് ബീസ്റ്റാർഡ് പറയുന്നത് എല്ലാം മനുഷ്യൻ ചിന്തിക്കുന്ന രൂപം ആൻഡ് അയാള് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൾച്ചറിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ ആലോചിക്കുന്നു, അതൊക്കെ കൾച്ചറിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള രൂപമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് മൊത്തമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള രൂപമാണ് കൾച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എലമെന്റ്സ് ഓഫ് കൾച്ചർ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആ ഒരു കോളം കാണാം. അതിനുശേഷം അതിനെ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് എലമെന്റ്സ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളെ വിശദീകരിച്ച് ഇങ്ങനെ പറയണം. അപ്പോൾ കൾച്ചറിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ലാംഗ്വേജ് തന്നെയാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഭാഷകൾ യൂസ് ചെയ്യാനനുസരിച്ച് കൾച്ചറിൽ വ്യത്യാസം ഉണ്ടാകും, അങ്ങനത്തെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ സിമ്പിൾസിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഓരോ ചിഹ്നങ്ങൾ കാണുമ്പോൾ, അതായത് പിന്നെ നമ്മളെ കൈകൂപ്പ്, അങ്ങനത്തെ ഓരോ സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് മതകീയമായിട്ടുള്ള സംഭവങ്ങളുണ്ട്, കൾച്ചറലായിട്ടുള്ള വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഫോക്ക് വേസ് പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു തരം, ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്ന ഒരു രീതിയാണ് ഫോക്ക് വേസ് എന്ന് പറയുക. അതുപോലെ തന്നെ മോർസ് പറഞ്ഞാൽ നിയമങ്ങളാണ്. അതായത് ഇന്ന നിയമങ്ങൾ, അതായത് നീ ഇങ്ങനെ ആവണം, ഇങ്ങനത്തെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറയണേ. അതായത് എ പേഴ്സൺ മസ്റ്റ് ബിഹേവ് ഇൻ ദിസ് വേ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരു നിയമങ്ങൾ പറയുന്ന രൂപത്തിലാണ് മോറസ് എന്ന് പറയുക. പിന്നെ വാല്യൂസ് പറഞ്ഞാൽ മനുഷ്യർ ഓരോന്നിനും ഓരോ വാല്യൂസ് കൽപ്പിക്കുള്ളൂ. അതായത് നമ്മുടെ എൽഡേഴ്സിലെ ആൾക്കാർക്ക്, അതായത് മൂത്ത ആൾക്കാർക്കെല്ലാം ഓരോ വാല്യൂ കൊടുക്കുക. പിന്നെ അങ്ങനത്തെ ഓരോ പാരൻസിന് ഓരോ വാല്യൂ കൊടുക്കുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ വാല്യൂസിൽ പറയുന്നത്. പിന്നെ ഒപ്പീനിയൻസ് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും. അതായത് മുസ്ലിങ്ങൾക്കാണെച്ചെങ്കിൽ ഓരോ മതത്തിൽ വിശ്വസിക്കണം, നമ്മുടെ ഖുർആന്, പ്രവാചകൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിശ്വസിക്കുക. അങ്ങനത്തെ ഓരോ വിഷയങ്ങളുണ്ടാവും. സിഖാണെച്ചെങ്കിൽ ഒരു നീണ്ട താടി വളർത്തണം, പിന്നെ ഒരു തലപ്പാവ് വേണം, അങ്ങനത്തെ ഓരോ, പിന്നെ കത്തി കയ്യിൽ കരുതണം എന്നൊക്കെ പറഞ്ഞ നിയമങ്ങൾ, ഓരോ അഭിപ്രായങ്ങളൊക്കെ ഒരിക്കലും ഉണ്ടാവും. അതൊക്കെയാണ് ഈ ഒപ്പീനിയൻസിൽ പറയുന്നത്. പിന്നെ കോഗ്നിറ്റീവ് എലമെന്റ്സ് പറഞ്ഞ മനുഷ്യനുള്ള ഉള്ളിലുള്ള ഓരോ ചിന്ത, വികാരം എന്നൊക്കെ പറയുന്ന ഓരോ രൂപത്തിൽ, അതായത് മനുഷ്യർ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ തടയിടുക, പിന്നെ എന്തെങ്കിലും യാത്രകൾ ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, അതായത് ഒരു സ്വഭാവങ്ങൾ ഉണ്ടാവുക. അതിനൊക്കെയാണ് ഈ കോഗ്നിറ്റീവ് എലമെന്റ്സ് ആണ്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് കൾച്ചറിന്റെ സ്വഭാവങ്ങൾ. അതായത് ആദ്യമായി കൾച്ചർ, അതായത് എനി സോഷ്യലി അക്വയർഡ് ഓർ ലേൺഡ് ബിഹേവിയർ എന്നാണ് കൾച്ചർ പറയുക. അതായത് അടിയിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഒരു പഠിക്കപ്പെടുന്ന സോഷ്യലായിട്ട് ലഭിക്കുന്ന ഒരു സ്വഭാവത്തിനാണ് കൾച്ചർ എന്ന് പറയുക. പിന്നെ കൾച്ചർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ പരമായിട്ട്, അതായത് ഒരു മനുഷ്യൻ മാത്രമായിട്ട്, ഒരു ഇൻഡിവിജ്വൽ മാത്രമായാൽ കൾച്ചർ എന്തായാലും ഉണ്ടാവില്ല. അത് വളരെ പ്രയാസമാണെന്ന് പറയുന്നത്. അത് സോഷ്യലായിട്ട് രൂപപ്പെടുന്നതാണ് കൾച്ചർ. പിന്നെ കൾച്ചർ ഈസ് പാസീവ്, അത് ജനറേഷൻ പരമായിട്ടും പിന്നെ നമ്മുടെ ജനറേഷനിലൂടെ ഇൻഹെറിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ജീവിക്കുന്ന രൂപത്തിലൂടെ ഇൻഹെറിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അത് കൈമാറി വരുന്നതിനാണ് കൾച്ചറിന്റെ പാസീവ് എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറൽ സാറ്റിസ്ഫൈ സം റിക്വയർമെന്റ്സ് എന്നുള്ളത് രണ്ടെണ്ണമായിട്ട് കാണാണ്ടായി. ഇത് രണ്ടാമത്തെ നോക്കിയാൽ മതി. അതായത് ഒന്നും രണ്ടും റിപ്പീറ്റ് ആണ്. രണ്ടാമത്തിന് കുറച്ച് കൂടുതലുള്ളത്. അതിലെന്തായാലും കൾച്ചറിന്, അതായത് കുറച്ച് സൊസൈറ്റിന്റെയും മനുഷ്യരുടെയും ആവശ്യമുണ്ട്. അതായത് റിലീജിയനെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, സൊസൈറ്റിനെ പരസ്പരം ഏകോപിപ്പിക്കുന്ന സാധനമാണ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിലത്തെ ആൾക്കാർ ഓരോ ഇൻഡിവിജ്വൽസ് കൂടുമ്പോൾ ഏകോപിച്ച് നിൽക്കുമ്പോഴാണ് കൾച്ചർ ഉണ്ടാവണമെന്ന് പറയുന്നത്. പിന്നെ കൾച്ചർ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അതായത് മനുഷ്യർ ഓരോ സംഭവങ്ങൾ, അതായത് ബഹുദൈവ ആരാധനയാണ് ശരിയും, അങ്ങനത്തെ ഇന്ത്യൻസ് ഉപയോഗപ്പെടുത്തുന്ന സംഭവമല്ല ബഹുദൈവ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ശരിയും. അതൊക്കെ ഒരു ഷെയർ ചെയ്തിട്ട്, അതായത് അവനാന്റെ ചിന്താഗതി ഷെയർ ചെയ്തിട്ട്, അങ്ങനൊരു പൊതുവായിട്ടുള്ളൊരു ജനവിഭാഗത്തിനൊരു
പൊതു കൾച്ചർ, അതായത് കുറേ ആൾക്കാർക്ക് ഒരു പൊതുവായിട്ടുള്ള കൾച്ചർ രൂപപ്പെടുന്നതൊക്കെയാണ് കൾച്ചർ ഷെയർഡ് എന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൾച്ചർ ഡെവലപ്പ് ഓവർ ടൈം, അതായത് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. അതായത് ഒരു കൊല്ലത്തിലോ ഒരു 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊന്നുമല്ല കൾച്ചർ രൂപപ്പെടുക. അതായത് ഒരുപാട് നൂറ്റാണ്ടുകളുടെ ഒരു ഇതിലൂടെ ചേഞ്ചിലൂടെയാണ് കൾച്ചർ രൂപപ്പെടുന്നത് എന്ന് പറയുന്നത്. പിന്നെ കൾച്ചർ ഈസ് ഡൈനാമിക്. കൾച്ചർ ഈസ് ഡൈനാമിക് പറയുമ്പോൾ അതായത് സൊസൈറ്റി ഡിഫറെൻ്റ് ആവണമെങ്കിൽ കൾച്ചറും ഡിഫറെൻ്റ് ആവും. ഇനിയിപ്പോൾ ചേഞ്ച് ആവുകയാണെന്നുവെച്ചെങ്കിൽ കൾച്ചറും ചേഞ്ച് ആവും, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ കൾച്ചർ ഈസ് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നിടത്ത് ടൈലറിൻ്റെയും ഇതിലൊക്കെ ഓരോ കോട്ടിങ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൾച്ചർ സ്ട്രക്ചേർഡ് എന്നുള്ളത്, അതായത് കൾച്ചർ ഒരു കുറേ നിയമങ്ങൾ, അതായത് ഒരു സെറ്റ് ഓഫ് റൂൾസിൻ്റെ ഒരു സിസ്റ്റമാണ് കൾച്ചർ എന്ന് പറയുന്നത്. ടൈലർ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് റൂൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മൊത്തത്തിലൊരു കോംപ്ലക്സ് ആയ ഒരു സിസ്റ്റമാണ് ടൈലർ എന്ന് പറയുന്നത്. കൾച്ചർ എന്നതിനെ കുറിച്ച് ടൈലർ ഡെഫിനിഷൻ പറയുന്നുണ്ട്. പിന്നെ കൾച്ചർ ഈസ് എ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് മനുഷ്യർ പരസ്പരം ഇടപാടുകൾ നടത്തുന്നതിൻ്റെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വേവ് ബോഡിയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് പല സിംബൽസ് ഉണ്ടാകും കൾച്ചറിലല്ലേ, അതുപോലെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല ഉപകരണം ഉണ്ടാവും. അത് കൾച്ചർ പരമായിട്ടാണ് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഡൈമെൻഷൻസ് പറയുമ്പോൾ ഒരു 5 തരത്തിലുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അടുത്തതായി നമ്മുടെ കൾച്ചറിൻ്റെ 6 ഡയമെൻഷനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ കൾച്ചറിൻ്റെ ഡയമെൻഷൻസ് പറഞ്ഞാൽ പലതരത്തിൽ ചേഞ്ച് ആവുന്നതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കാലത്തിനനുസരിച്ച് ടൈമിനനുസരിച്ച് കൾച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അതും ചേഞ്ച് ആകും. അതൊരു ലോങ് ടൈം പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതിന് ആദ്യത്തെ ഒരു ഡയമെൻഷനാണ് മാക്സിമം റേഞ്ച് ഓഫ് പവർ. മാക്സിമം റേഞ്ച് ഓഫ് പവർ പറഞ്ഞാൽ സമൂഹത്തിൽ ഉയർന്ന ക്ലാസ്സും താഴ്ന്ന ക്ലാസ്സും അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതിൽ കാസ്റ്റ് സിസ്റ്റം പോലെ അതിൽ ഉയർന്ന സ്ഥാനത്തുള്ള ആൾക്കാർക്ക് ഉയർന്ന റാങ്ക് ഉണ്ടാവും, താഴെ സ്ഥാനത്തുള്ള ആൾക്കാർക്ക് താഴ്ന്ന റാങ്ക് ഉണ്ടാവും. അതൊരു 1 മുതൽ 100 വരെയുള്ള റേഷ്യോയിലൊക്കെ അത് വരുന്നതാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇൻഡിവിജ്വലിസം വേഴ്സസ് കളക്റ്റീവിസം. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ അവിടെ 3ാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. പീപ്പിൾ പുട്ട് ദെയർ ഓൺ ആൻഡ് നീഡ്സ് ഓഫ് ദെയർ ഇമ്മീഡിയറ്റ് ഫാമിലി ഫസ്റ്റ്. അവരുടെ സ്വന്തം അല്ലെങ്കിൽ ഫാമിലിയുടെ മാത്രം ആവശ്യങ്ങൾ മുന്നിൽ വെക്കുന്നതിനാണ് ഈ ഇൻഡിവിജ്വലിസം എന്ന് പറയുക. ഇനിയിപ്പോൾ ദ ഐഡിയ ഓഫ് വീസ് വാല്യൂഡ് ഓവർ ഐ ഇൻ കളക്റ്റീവ് സിവിലൈസേഷൻ. അതായത് ഇപ്പോൾ സ്വന്തം കാര്യം എന്നതിൽ ഉപരി വി എന്ന കാര്യം, നമ്മുടെ മൊത്തം കാര്യം ചെയ്യുന്നതിനാണ് ഈ കളക്റ്റീവിസം എന്ന് പറയുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഓസ്ട്രേലിയയൊക്കെ ഇൻഡിവിജ്വലിസത്തിൻ്റെ ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ചൈന ജപ്പാനൊക്കെ കൂടുതൽ ആൾക്കാരും കളക്റ്റീവിസം, അതായത് സോഷ്യലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ മസ്കുലിനിറ്റി വിഎസ് ഫെമിനിറ്റി ആണ് പറയുന്നത്. മസ്കുലിനിറ്റി പറഞ്ഞാൽ സമൂഹത്തിൽ ആണും പെണ്ണും, മസ്കുലിനിറ്റി പറഞ്ഞാൽ ആണത്വം, ഫെമിനിറ്റി പറഞ്ഞാൽ പെണ്ണത്വം. അപ്പം ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ഡയമെൻഷൻ ഉണ്ട്. അത് അവരുടെ ആണിനും പെണ്ണിനും അനുസരിച്ചിട്ട് സമൂഹം അവരുടെ ടെൻഡൻസിയിലും അവരുടെ ജീവിതത്തിലും അവരുടെ ടീം വർക്കിലൊക്കെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് മസ്കുലിനിറ്റി വിഎസ് ഫെമിനിറ്റിയിൽ പറയുന്നത്. പിന്നെ അൺസർട്ടനിറ്റി അവോയ്ഡൻസ്, അതായത് എന്തെങ്കിലും അനിശ്ചിതത്വങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ഒരു ഡയമെൻഷൻ കൂടി ഒരു കൾച്ചറുണ്ട്. അതായത് പെട്ടെന്നൊരു കാര്യം സമൂഹത്തിലേക്ക് പുതിയൊരു കൺസെപ്റ്റ് വന്നാൽ അതിനെങ്ങനെ ഈ സമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനെങ്ങനെ റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന. ഇനിയിപ്പോൾ വല്ല ഭൂകമ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചാൽ അതിനെങ്ങനെ സമൂഹം നേരിടുന്നു. ഉദാഹരണത്തിന് ജപ്പാനിലുണ്ടായ ഭൂകമ്പം പോലെ അല്ലെങ്കിൽ സുനാമികളെ പോലുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ ആൾക്കാർ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് അൺസർട്ടനിറ്റി അവോയ്ഡൻസിൽ പറയുന്നത്. പിന്നെ ഷോർട്ട് ടേം വിഎസ് ലോങ് ടേം ഓറിയൻറ്റേഷൻ. ഷോർട്ട് ടേം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ പലതരത്തിലുണ്ടാവും. ചില കൾച്ചറുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മതത്തിൻ്റെ കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ ലോങ് ടേം ആയിരിക്കും. അതായത് കുറേ കാലത്തിനുള്ള നോംസ് ആൻഡ് വാല്യൂസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഒരു ലോങ് ടേം എന്ന് പറഞ്ഞാൽ. അതിന് വലിയ വാല്യൂ ഉണ്ടായിരിക്കും അതിൻ്റെ പ്രാക്ടീസിനും ട്രഡീഷൻസിനൊക്കെ. ഇനി ഷോർട്ട് ടേം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തകരുന്നതോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ലഭിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഒരു പ്രത്യേക ലാഭം പ്രതീക്ഷിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് പെട്ടെന്ന് തകരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു കൃത്യമായ പ്ലാനിങ്ങോ അതായത് ഒരു രൂപകങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റീസ്ട്രെയിൻസ് വി ആൻഡ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ, റീസ്ട്രെയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അത് നിയന്ത്രണം എന്നുള്ളത്. അതായത് ചില സമൂഹങ്ങൾ പരസ്പരം നിയന്ത്രിച്ച് കഴിഞ്ഞുകൂടുന്ന സമൂഹങ്ങളുണ്ടാവും. ഉദാഹരണത്തിനാണെന്ന് വെച്ചെങ്കിൽ മതങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൃത്യമായൊരു പരിധി ഉണ്ടാവും. അതിന് എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് കൽപ്പിക്കുന്നതനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇൻ്റലിജൻസ് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ അനിയന്ത്രിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലിബറൽ സൊസൈറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ഇൻ്റലിജൻസിനാണ് പെടുക. ഇനിയിപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. കൾച്ചറിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. കൾച്ചർ പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കാര്യമായിട്ട് പറയണമെന്നില്ല, പിന്നെ അതിൻ്റെ ഓരോ ഹെഡിങ്ങളാണ് പറയുന്നത്. കൾച്ചർ ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ. ധാരാളം സോഷ്യലായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ധാരാളം ഒരു ഇൻഫർമേഷൻസിൻ്റെ സ്റ്റോർ ഹൗസാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സിറ്റുവേഷൻ ആർ ഡിഫൈൻഡ് ബൈ കൾച്ചർ. അതായത് ഒരു കൾച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് ഒരു കാര്യം സിറ്റുവേഷൻ ഡിഫൈൻ ചെയ്യുക. ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ ഈ കൾച്ചറിൽ ഇന്ന കാര്യം ഒരു കുടിക്കുന്നതിൻ്റെയും തിന്നതിൻ്റെയും മര്യാദകൾ ഒരു രീതിയിലായിരിക്കുമെങ്കിൽ മറ്റേ കൾച്ചറിൽ അത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ അതിനനുസരിച്ചിട്ട് കാര്യം ഡിഫൈൻ ചെയ്യുക എന്നാണ് പറഞ്ഞത്. പിന്നെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ആൻഡ് അംബിഷൻസ് ആർ ഡിഫൈൻഡ് ബൈ കൾച്ചർ. അതായത് ആ സമൂഹത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, അതിൻ്റെ വാല്യൂകൾ, പിന്നെ അംബിഷൻസൊക്കെ ആ സമൂഹത്തിനനുസരിച്ചിട്ടൊക്കെ. ഇപ്പം കല്യാണം ആവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അങ്ങനത്തെ ഓരോ ചടങ്ങുകളും ഒക്കെ ഇനിയിപ്പോൾ പുരുഷാധികാരമാണോ സ്ത്രീ അധികാരത്തിലുള്ളതാണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കൾച്ചറിനനുസരിച്ചിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യപ്പെടുക. മിത്ത്, ലെജൻസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ ആർ ഡിഫൈൻഡ് ബൈ കൾച്ചർ. അതായത് ചിലപ്പോൾ ചില സമൂഹത്തിൽ ഒരു ബഹുദൈവാരാധനായിരിക്കും, ചിലപ്പോൾ ചില സമൂഹത്തിൽ മിത്ത് അല്ലെങ്കിൽ ലെജൻസ് ആയിരിക്കും, പിന്നെ മറ്റൊരു സമൂഹത്തിൽ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് കൾച്ചറിനനുസരിച്ചാണ്. ആ കൾച്ചർ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് അവൾ ഡിഫൈൻ ചെയ്യാന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് കൾച്ചറിൻ്റെ കാറ്റഗറികളാണ്. കൾച്ചറിൻ്റെ കാറ്റഗറികൾ എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും, അതായത് ഓരോ സമൂഹത്തിലൂടെ ഇങ്ങനെ കൈമാറി പോകുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. അത് ഓരോ വ്യക്തി അധിഷ്ഠിതമായിട്ടും സാമൂഹികപരമായിട്ടും അത് കൈകാര്യം ചെയ്യപ്പെടുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൾച്ചറിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചറിൽ പറയുന്നത്. ഐഡൻറ്റിറ്റി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് സമൂഹത്തിലുള്ള ഒരു മനുഷ്യന് ഉള്ളിൽ രൂപപ്പെടുന്നൊരു ഐഡൻറ്റിറ്റി, അതായത് ഓന് ഏത് ഐഡൻറ്റിറ്റിയിലാണ് ജീവിക്കുന്നത്, സമൂഹത്തിൽ എന്ത് റോളാണ് അവനക്കുള്ളത് എന്നുള്ള കാര്യമാണ് ഐഡൻറ്റിറ്റിയിൽ പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ അവൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് അവൻ എന്തായാലും റെസ്പെക്റ്റ് ചെയ്യപ്പെടണം, അവന് അറിഞ്ഞിരിക്കണം, ഒരു ദൃശ്യതയുള്ള ആളായിരിക്കണം എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് സോഷ്യലൈസേഷൻ ആൻഡ് കൾച്ചർ. സോഷ്യലൈസേഷൻ ആൻഡ് കൾച്ചർ പറഞ്ഞാൽ മനുഷ്യൻ്റെ വസ്ത്രധാരണ രീതികൾ, പിന്നെ അവൻ്റെ സ്വഭാവ രീതികൾ, പിന്നെ സ്വന്തം ആവശ്യങ്ങൾ, അതൊക്കെ അനുസരിച്ച് അവനൊരു മറ്റുള്ള സമൂഹവുമായി കണക്ട് ചെയ്തിട്ട് ഒരു കൾച്ചറായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കീഴിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരാളായി രൂപപ്പെടുക എന്നുള്ളതാണ് സോഷ്യലൈസേഷൻ ആൻഡ് കൾച്ചർ എന്ന രൂപത്തിൽ പറയുന്നത്. അപ്പോൾ അതിന് കീഴിൽ വരുന്ന ഓരോ ഘടകങ്ങളെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈ കൾച്ചർ, ലോ കൾച്ചർ, അങ്ങനെയൊക്കെ വരുന്നത്. ഹൈ കൾച്ചർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പർ സമൂഹത്തിനാണ്, അതായത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർക്കാണ് ഹൈ കൾച്ചർ. അതായത് അതിൻ്റെ ഒരു വിശദീകരണം രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഹൈ കൾച്ചർ എസെൻഷ്യലി റെഫേഴ്സ് ടു ദ അപ്പർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി who are privileged enough to pursue what we call as art, music, literature എന്നിവയിലൊക്കെ ഒരു ഉടമസ്ഥതയുള്ള അധീനതയുള്ള ആൾക്കാരായിരിക്കും, ഉന്നത സ്ഥാനീയരായ ആൾക്കാരായിരിക്കും ഹൈ കൾച്ചർ ടീം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ആൾക്കാരാണ് ലോ കൾച്ചർ. ലോ കൾച്ചർ പറഞ്ഞാൽ അത് ഒരു ഹൈ കൾച്ചറിനോട് ബന്ധപ്പെടുത്തുമ്പോൾ, അതായത് സമൂഹത്തിൽ താഴെ കീഴിലുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ഓരോ സാധാരണ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കാണ് ഹൈ കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കൂടെ കാണാൻ സാധിക്കും. അതിനെ മനസ്സിലാക്കാം ഹൈ കൾച്ചറും ലോ കൾച്ചറും തമ്മിൽ വ്യത്യാസം. പിന്നെ പോപ്പുലർ കൾച്ചറാണ് ഇതിന് ശേഷമുള്ളത്. പോപ്പുലർ കൾച്ചർ പറഞ്ഞാൽ 19th സെഞ്ച്വറിയോട് കൂടി ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ടേമാണ് പോപ്പുലർ കൾച്ചർ എന്നുള്ളത്. അത് പൊതുവായിട്ടൊരു പോപ്പ് കൾച്ചർ, അതായത് മൊത്തത്തിൽ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ളൊരു പോപ്പ് കൾച്ചറിനെ കുറിച്ച് പരാമർശിക്കാനാണ് പോപ്പുലർ കൾച്ചർ എന്ന സംഭവം ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് സമൂഹത്തിലെ ഒരു മധ്യമ വർഗത്തിലുള്ള ആൾക്കാർ, ഒരു പോപ്പുലറായിട്ടുള്ള ഒരു പൊതുജനത്തിൻ്റെ ഒരു രീതിയാണ് പോപ്പ് കൾച്ചർ, അഥവാ പോപ്പുലർ കൾച്ചർ എന്നാണ്.
അതായത് അവർ സമൂഹത്തിലുള്ള ഒരു സാധാരണയായി ഉള്ള ഒരു ജീവിതങ്ങളുടെ ഇടയിലൂടെയൊക്കെ വന്നിട്ട് രൂപപ്പെടുന്ന ഒരു സംഭവമാണ് പോപ്പുലർ കൾച്ചർ എന്നുള്ളത്. പിന്നെ ഫോക്ക് കൾച്ചർ പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് വ്യൂ ആൻഡ് കൾച്ചർ മീൻസ് വേ ഓഫ് ലൈഫ് ഫോർ സൊസൈറ്റി തന്നെയാണ് ഫോക്ക് കൾച്ചറിൻ്റെ ഒരു ഉദാഹരണം. അതിൽ സംഭവം എന്താ വെച്ചാൽ ഒരു ട്രഡീഷണലായിട്ട്, അതായത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കുറച്ച് ഒരു ആദിവാസി വിഭാഗം പോലത്തെ ഒരു സമൂഹത്തിൻ്റെയൊക്കെ രൂപത്തിലുള്ള ഒരു സംഭവത്തിനാണ് ഈ ഫോക്ക് കൾച്ചർ എന്ന് പറയുക. അതായത് ഒരു പ്രത്യേക രൂപത്തിൽ വല്ലാതെ സമൂഹമായിട്ടൊന്നും ഇടപഴകാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഫോക്ക് കൾച്ചറിൽ ഉൾപ്പെടുക. അതിന് കുറേ ഉദാഹരണങ്ങളും ഇതൊക്കെ ഉണ്ട്. ഫോക്ക് ടെയിൽസ്, ഫോക്ക്ലോർ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഫോക്ക് ഡാൻസുകൾ, അതൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നെ മെറ്റീരിയൽ ആസ്പെക്റ്റ് ഓഫ് കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. മെറ്റീരിയൽ ആസ്പെക്റ്റ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള കൾച്ചറിൻ്റെ ഒരു മെറ്റീരിയൽ ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സമൂഹത്തിൽ ഓരോ വസ്തുക്കൾ, അതായത് ടെക്നോളജി, ഇതിൻ്റെ ഉദാഹരണമാണ് വെച്ചാൽ ടെക്നോളജികൾ രൂപപ്പെടുന്ന സാധനങ്ങൾ, റെഫ്രിജറേറ്റർ, പിന്നെ മെഷീൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സമൂഹത്തിലുണ്ടാകുമ്പോൾ അത് എങ്ങനെ കൾച്ചറിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ മെറ്റീരിയൽ കൾച്ചറുണ്ട്, നോൺ മെറ്റീരിയൽ കൾച്ചറുണ്ട്. മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ പണ്ടത്തെ ഒരു കാലത്ത്, അതായത് ഒരു ആദ്യകാലത്തൊക്കെ പഴയ ബിൽഡിങ്ങുകളും ടൂൾസും വെപ്പൺസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഒരു അന്നത്തെ സമൂഹത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ പുതിയ മെഷീനറി സാധനങ്ങളൊക്കെ പുതിയ കാലത്തുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൾച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്ത് ഒരു കൃഷിക്കൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആയുധങ്ങളും സംഭവങ്ങളും വസ്തുക്കളൊക്കെ പിന്നീട് ഒരു കോളിലൂടെയൊക്കെ ആയിട്ട് ഒരു ഗ്യാസൊക്കെ ആയിട്ട് രൂപാന്തരം പ്രാപിച്ചു. അതൊരു പുതിയ കൾച്ചറിന് രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൽ. ഫിസിക്കൽ ഒബ്ജക്റ്റാണ് മെറ്റീരിയൽ കൾച്ചറിൻ്റെ പ്രധാന സാധനം. നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ പ്രധാന സാധനം അബ്സ്ട്രാക്റ്റ് ഹ്യൂമൻ ക്രിയേഷൻസ് ആണ്. ഉദാഹരണത്തിന് ഫാമിലി, പാറ്റേൺ, ലാംഗ്വേജ്, ഇതൊക്കെ. അപ്പോൾ പിന്നെ കമ്പോണൻസ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ സാധനങ്ങൾ അതിൻ്റെ വസ്തുക്കൾ, അതിൻ്റെ വിവിധ കമ്പോണൻസ് പറയുന്നുണ്ട്. നോംസ്, വാല്യൂസ്, ഐഡിയാസ്, ഗസ്റ്റേഴ്സ്, ഫോക്കോസ്, ലാംഗ്വേജ്, സാങ്ഷൻസ് ഒക്കെ. പിന്നെ കൾച്ചറൽ ലാഗിനെ കുറിച്ചാണ് പറയുന്നത്. കൾച്ചറൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ആ കൾച്ചറൽ ലാഗ് എന്നുള്ള സംഭവത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അത് വില്യം എഫ് ഓക്ബേൺ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു കൾച്ചറിനെ കുറിച്ച് നാച്ചുറൽ എന്നാണ് 1922 ഇറങ്ങിയ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ കൾച്ചറും മെറ്റീരിയൽ ആയിട്ടുള്ള നോൺ മെറ്റീരിയൽ കൾച്ചർ തമ്മിലുള്ള ഇടയിലുള്ളൊരു വ്യത്യാസം. അതായത് മനുഷ്യൻ ചിലപ്പോൾ നോൺ മെറ്റീരിയലായിട്ട് മുന്നേറിയിട്ടുണ്ടാവും, പക്ഷേ മെറ്റീരിയൽ കൾച്ചർ, അതായത് അതിൻ്റെ മെഷീനറി സംഭവങ്ങൾക്ക് പോലും എത്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവരുടെ ഇടയിൽ വരുന്ന ഒരു ടെക്നോളജി ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ബേസ് ആയിട്ടുള്ള ഒരു പ്രശ്നം, അവിടെ ഉണ്ടാവുന്ന ഒരു പ്രയാസങ്ങളാണ് കൾച്ചറൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഇതിൽ കാണാൻ സാധിക്കും കൾച്ചർ ഒരു തുല്യമായ സ്പീഡിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക, പക്ഷേ നോൺ മെറ്റീരിയൽ ആയ സാധനങ്ങൾ അത് മെറ്റീരിയൽ കൾച്ചർ തുല്യമായ സ്പീഡിൽ കൃത്യമായി പോകുമ്പോൾ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ടെക്നോളജി പോലത്തെ വസ്തുക്കൾ എനിക്ക് കൃത്യമായി ലഭിക്കാതിരിക്കും. അപ്പോൾ ഒരു ഇത്ര അളവിൽ കൾച്ചറിലേക്ക് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അതിന് സാധാരണ സാധിക്കും. ഇനി അടുത്താണ് കൾച്ചർ റിലേറ്റിവിസം എന്നുള്ളത്. കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ എത്നോസെൻട്രിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കൾച്ചറിനെ, നമ്മുടെ സ്വന്തം കൾച്ചറിനെ മറ്റു കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കമ്പാരിസൺ ചെയ്യുക എന്നുള്ള സംഭവം. അതായത് താരതമ്യം ചെയ്ത് പഠിക്കുക. അതിനൊക്കെ മാക്സ് വെബർ കൾച്ചറൽ റിലേറ്റിവിസത്തിനെ ആസ് എൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് സയൻറ്റിഫിക് ഇൻക്വയറി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും. പിന്നെ എത്നോസെൻട്രിസം, അതായത് കൾച്ചറൽ റിലേറ്റിവിസത്തിൻ്റെ കുറച്ച് ഓപ്പോസിറ്റ്, അതിനെതിരായിട്ട് ആൾട്ടർനേറ്റീവായിട്ട് സംഭവം പറയാൻ സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, അതായത് കൾച്ചറൽ റിലേറ്റിവിസത്തിൽ പറയുന്ന സംഭവം എന്താ വെച്ചാൽ, അതായത് ആ കൾച്ചറിൻ്റെ തന്നെ നോംസ് ആൻഡ് ഐഡിയാസ് വെച്ചിട്ട് അതിനെ അളക്കുക.
അതിനെക്കുറിച്ചാണ് പറയുന്നത്. ചെറിയൊരു തിരുത്തുമാരി നമുക്ക് പറയാം. പിന്നെ പക്ഷേ എത്നോസെൻട്രിസിസം പറയുന്നത് നേരെ ബാക്കിയുള്ള കൾച്ചറിനെ നമ്മുടെ കൾച്ചറുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ നമ്മുടെ കൾച്ചറിനുമായി വെച്ച് അളക്കുക, അങ്ങനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. പിന്നെ അതിൽ എത്നോസെൻട്രിസം ഇന്ത്യനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള എത്നോസെൻട്രിസം അത് ഒരു സൊസൈറ്റിയിലുള്ള ചിലപ്പോൾ റിലീജിയന് ബേസ് ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മിത്തോളജികൾ ബേസ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവമാക്കിയിട്ട് ഇതാക്കി പറയുന്നുണ്ട്. പിന്നെ ടുവേർഡ്സ് ഗ്ലോബൽ കൾച്ചർ എന്നുള്ളതാണ്. അതായത് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ചിട്ട് ഒരു ലോകം മൊത്തം ഒരു ഗ്ലോബൽ സിവിലൈസേഷൻ ആവാൻ വേണ്ടി മാറുകയാണ്. അതായത് ഒരു ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ലോകം മൊത്തം ഒരു സിവിലൈസേഷൻ ആവാൻ വേണ്ടി മാറുകയാണ്. അത് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന സംഭവം, അതായത് ലോകം മൊത്തം ഒറ്റ കൾച്ചറിൻ്റെ കീഴിൽ വരിക, അതായത് എല്ലാ കൾച്ചറും ഒരേ രൂപത്തിലാക്കിയിട്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കാണുന്ന ട്രാവലും ട്രേഡും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ലോകത്ത് മൊത്തം മാസ് മീഡിയയും ടെലിവിഷനും റേഡിയോ ഒക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ പാടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഗ്ലോബൽ വില്ലേജ് രൂപപ്പെടുന്നൊരു സംഭവത്തെ കുറിച്ചാണ് ഒരു മോഡേൺ ഗ്ലോബൽ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാഠം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഉഷാറായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.